ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖലങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കുറേ ദിവസമായി കരുതണം മക്കളെ. പക്ഷെ ഒരു സാഹചര്യം ഒത്തു വരുന്നില്ല. ഒന്നെങ്കിൽ ലേഹം വിടണ തിരക്കൊക്കെ ആയിരിക്കും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ലേഹങ്ങളൊന്നും എത്തിയിട്ടില്ല അല്ലേ? വിഷുവിൻ്റെ ഒഴിവുകളാ മക്കളെ. കൊറിയർ ഓഫീസൊക്കെ അടവാണ് കേട്ടോ. അപ്പോൾ എത്തും, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തും കേട്ടോ. ക്ഷമിക്കോണ്ടി, 2 ദിവസം കൂടി കേട്ടോ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എല്ലാവരുടെ കയ്യിലും കിട്ടും. എന്നാലും മിഞ്ഞാന്നൊക്കെ കൊറിയർ ഓഫീസും പോസ്റ്റ് ഓഫീസൊക്കെ അടവാണ് കേട്ടോ. വിഷുവൊക്കെ അല്ലേ. പിന്നെന്താ, സുന്ദരിയായിട്ടുണ്ട്, വള വാങ്ങിയിട്ടുണ്ട്, 2 മോതിരം വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, നല്ല ഭംഗിയുണ്ടോ കാണാൻ? പിന്നെ അത് നമ്മളെ മറ്റേതാണ് കേട്ടോ, റോഡ് ഗോൾഡ് എന്ന് പറയില്ലേ. ഇനിയിപ്പോൾ സ്വർണ്ണം വാങ്ങിയാലും എന്തായാലേ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ട് ലേയും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടല്ലേ അൽഹംദുലില്ലാ ഇതിൻ്റെ ഒരു സന്തോഷം കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിപ്പുണ്ട് കേട്ടോ. 100% ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിൽ 80% നല്ല മനുഷ്യന്മാരാണ്. നല്ല മനുഷ്യന്മാർ പറഞ്ഞാൽ നല്ല അഭിപ്രായമുള്ള മനുഷ്യന്മാരാണ്. കാരണം അന്നേ വീഡിയോസ് കാണുന്ന ആളുകൾ ഒരുപാട് ആഗ്രഹിക്കലുണ്ട്, ഋഷ എന്നാൽ മക്കൾക്ക് നല്ല ഭക്ഷണം നല്ല വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കണത്. അതേപോലെ കയ്യുമ്മലൊരു ഗ്യാരണ്ടി വളയെങ്കിലും ഇട് ഋഷ എന്ന് എത്ര ആളുകൾ പറയലുണ്ട്. സ്വർണം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്ലേ. പക്ഷെ ഞാൻ വാങ്ങിയിടലില്ല. കാരണം നമുക്ക് 5 മക്കളൊക്കെ ഉണ്ട്, പെൺകുട്ടികൾ. അപ്പം എനിക്ക് വാങ്ങുമ്പോൾ മക്കൾക്കൊക്കെ വാങ്ങണം. അന്ന് നമ്മളെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു അല്ലേ. ഇന്ന് അൽഹംദുലില്ലാ റാഹത്തായി പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ ചതവുകളൊക്കെ നല്ല ടേസ്റ്റിലൊരു മീൻ ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല കഷ്ണ മീനാട്ടോ. അതെന്താ പേദല എന്നൊക്കെ പറയും ഞങ്ങളവിടെ കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ, നമ്മളെ പഴയ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. കോയിൻ്റെ കാലും മീനിൻ്റെ തലയൊക്കെ കൊടുന്ന് ചുട്ട് തിന്നിരുന്നൊരു കാലം നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അക്ക എല്ലാവരും ക്ഷമിക്കുക, ഷമായിമാനിൻ്റെ പകുതിയാണ് അറിയില്ല. ഇതാണ് പേദലെ എന്തോ പറയട്ടോ. ഉമ്മാക്ക് ഉമ്മാനെ ഡോക്ടറെ കാണിച്ചാൻ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വാങ്ങിച്ചാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് ഇനി നന്നാക്കാനൊന്നും ഒഴിവുണ്ടാവില്ല. അപ്പോൾ നമ്മളടുത്ത് പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഏത് മീനും വാങ്ങിക്കാണ്ട് തിന്നാട്ടോ. ഇത് അതിൻ്റെ ഇതല്ല കേട്ടോ, അതിൻ്റെ തൊലിയാണ്. തൊലി പോലും ഒരുപാട് എടുത്തിട്ടുണ്ട്. എന്നാലും ആ തൊലി ഇങ്ങനെ ഒരു കറുത്ത തൊലി അത് അവർ കഴിയണ രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ അതൊന്നും ഉള്ളി പറിച്ച് നോക്കുകയാണ്. പിന്നെന്താ, കയ്യുമ്മൽ വാളയൊക്കെ എന്തിനാ അപ്പം ഒന്നിപ്പോൾ വാങ്ങിയെന്നായിരിക്കൂലേ. കല്യാണമാണ് മക്കളെ, കുഞ്ഞാമാൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. പെണ്ണ് കെട്ടുന്ന ചടങ്ങാണ്. അപ്പം ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു ഹൈദരാബാദി പെൺകുട്ടിയാണ് കേട്ടോ. ഹൈദരാബാദി പെൺകുട്ടീനെ മലയാളി ചെക്കൻ പറഞ്ഞ പോലെ. അപ്പം അവർ കൊടുന്നിട്ടുണ്ട്, നിക്കാഹൊക്കെ കഴിഞ്ഞുകാണ്ട് കൊടുന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മളെ ഫാമിലി എല്ലാവർക്കും കൂടി അവിടെ പോവാൻ കഴിയില്ലല്ലോ. അപ്പം അത്യാവശ്യം ലോലൊക്കെ പോയിക്കാണ്ട് നിക്കാഹൊക്കെ കഴിഞ്ഞുകാണ്ട് പുതിയ കുട്ടീനെ അങ്ങോട്ട് കൊടുന്നിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഫാമിലിയൊക്കെ കൂടിക്കാണ്ട് ഒരു ചെറിയൊരു പരിപാടിയാണ്, കരുവാരക്കുണ്ടാണ് പരിപാടി. അപ്പം അതിന് പോകാനുള്ള പരിപാടിക്കാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ, കയ്യുമ്മലിടാനും. പിന്നെ എപ്പോഴും നമ്മൾ നമുക്ക് എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. അതൊക്കെ നമ്മളൊരു വലിയ മോഹമാണ് അല്ലേ. ഭൂമിയിൽ നമ്മൾ എത്ര കാലം ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരം വെളുത്താൽ ചിലപ്പോൾ കണ്ണടിയിലെ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കുക, നിങ്ങൾ തന്നെ പറയലുണ്ട്. ഇതെന്താ ഇത്ര പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ 2-3 ദിവസം മുന്നേ നല്ലൊരു കമൻറ്റ് വന്നിക്കണം. കുറേ ആളുകൾ കണ്ടിക്കണ്. അതിന് 3-4 ആളുകൾ റിപ്ലൈ കൊടുത്തും ചെയ്തിക്കണം കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒക്കെ കണ്ടാൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പോലില്ല. ഒന്നാമത് ഡിലീറ്റ് ചെയ്യലാണ്. എന്തിനാ അതിന് റിപ്ലൈ കൊടുക്കാൻ പോകണരുതല്ല കേട്ടോ. ഓയിലാട്ടോ, അതിലെന്തോ ഒരു കറുപ്പ് എന്നായിരിക്കൂലേ. രാവിലെ പൂരി പൊരിച്ചപ്പോഴേ അതിൻ്റെ പൊടികളാട്ടോ. നല്ലത് തന്നെയാണ്. അപ്പോൾ എന്താ, നമ്മൾ അങ്ങനത്തെ ഒക്കെ ചിന്തിച്ച് കൂട്ടണത് വളരെ മോശത്തരാണ്. ഒന്നാമത് അവരെനിക്ക് പണ്ടേ ബാഡ് കമൻറ്റ് ഇടുന്ന ആളാട്ടോ. ഒരട്ടം റിപ്പോർട്ട് അടിച്ചതാണ് ഞാൻ അവർക്ക്. ഇല്ലത് പാത്തു ഇല്ല പോലെ പറയില്ലേ. ബാഡ് കമൻറ്റ് വരുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ റിമൂവ് ചെയ്യും അല്ലെങ്കിൽ റിപ്പോർട്ട് അടിച്ചും. നമുക്ക് അങ്ങനത്തെ ജാതി കമൻറ്റ് വരണ്ടെന്ന് കരുതലാട്ടോ. പണ്ടേ ചൊറിഞ്ഞുകൊണ്ടാണ് അവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാനും പോലില്ല. അതാണ് ഡിലീറ്റാക്കി കളയലാണ്. അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായിട്ടോ. 3-4 ആളുകൾ എനിക്ക് കമൻറ്റ് ഇട്ട് കൊടുത്തുക്കണ്, ഇങ്ങനെ സഹായിച്ചാൽ അങ്ങനെ ഇങ്ങനെ എന്താ ഒരാൾ നശിക്കുമോ, അതൊക്കെ അസൂയ കൊണ്ട് പറയണതാണ് എന്ന് ഒരു ആൾ കമൻറ്റ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ കമൻറ്റുകൾ ഒരുപാടുണ്ട്. നിങ്ങളൊന്നും ഉണ്ടാകാൻ പോകണ്ട മക്കളെ, ഒന്നും പറയാൻ പോകണ്ട. ഒരു മനുഷ്യൻ നന്നാവണത് സ്ത്രീകളാണ്, പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് എന്താ പറയുക പാരാ പറയില്ലേ. ഒരു പെണ്ണ് നന്നാണ്, ഒരു പെണ്ണിന് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ട് വളർന്നീനല്ലേ, അങ്ങനെ തന്നെ വളരട്ടെ. എന്താ ഇപ്പം ഇപ്പോഴായിട്ട് നല്ലൊരു മീൻ തിന്നാൻ, നല്ലൊരു വള ഇടാൻ, നല്ലൊരു വസ്ത്രം ഇടാൻ എന്താ
അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കണോണ്ട് എന്തോ ഇപ്പം ഞാനിപ്പോൾ പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കണ അതൊരു വളരെ മോശമായിട്ട് വെച്ച് തോന്നി. കാരണം അങ്ങനെയല്ല ഇപ്പം നമ്മൾ ജീവിക്കണം. ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് ലേഹ്യം ഉണ്ടാക്കിയിട്ടും അത് സെയിൽ ചെയ്തിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് ഇന്ന് എൻ്റെ മക്കൾ അൽഹംദുലില്ലാ നല്ല റാത്തില്ല ഭക്ഷണം കഴിക്കണം. യൂട്യൂബത്തെ വരുമാനം കൊണ്ടല്ല. അന്നൊക്കെ നമ്മൾ യൂട്യൂബത്തെ വരുമാനം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നിൽക്കലില്ല. അതിൻ്റെ വീഡിയോ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം നമ്മൾ ഒരാഴ്ചൻ്റെ മേലെ കഴിക്കും വീഡിയോസും ഷോർട്സൊക്കെ ഇട്ടിട്ട്. ഒന്നാമൻ്റെ ഈ ലേഹ്യം നമ്മൾ എന്താണെന്നോ നമുക്ക് നല്ല ഹയറായ ഒരു ജോലി റബ്ബ് തന്നിക്കണമെങ്കിൽ അതിൽ കൂടെ നമുക്കൊരു വരുമാനം കണ്ടെത്തണം അല്ലേ. നമുക്ക് മക്കൾക്ക് നല്ല ഹലാലായ ഭക്ഷണം നല്ല കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ യൂട്യൂബില്ലാതെ നമുക്ക് പിടിച്ചിരിക്കാനും പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് നിങ്ങൾ ഇന്നെ അറിയപ്പെടണത് അല്ലേ. വീഡിയോസ് ആയിട്ടും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് നമ്മളെ എന്താ നിങ്ങളൊക്കെ വേണം. അന്നും ഇന്നും എന്നും ഞാൻ നിങ്ങളെയൊക്കെ എപ്പോഴും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഏതൊരു വീഡിയോസ് പറയുമ്പോഴും ഞാൻ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു നിലയിലെത്തിയതെന്ന് പറയലുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ മാല കണ്ടോളി സൂപ്പറല്ലേ. ഏകദേശം ഒരു 3 പവനൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കാണുന്ന വ്യക്തിക്ക് കുരു പൊട്ടും. അതെന്താണോ അത് മക്കളെ 300-400 റുപ്യേൻ്റെ മാലയാണ്. അത് കാണുമ്പോൾ സ്വർണം വാങ്ങിച്ചോന്ന് കരുതും. പിന്നെ അതെന്താ അവർ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ സഹായിച്ചാൽ അവർ നശിക്കും. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. നമ്മൾ അധ്വാനിക്കുക. പിന്നെ നമുക്ക് ഓരോ നേരത്ത് റബ്ബ് ഓരോ ഹയറായ കാര്യങ്ങൾ തരും, ഇട്ട് തരും. അതിന് നമ്മൾ പിടിവള്ളി പിടിച്ച് കയറുമ്പോഴാണ് നമുക്ക് നല്ലൊരു എന്താ അതിന്നൊരു നല്ലൊരു കാര്യങ്ങളൊക്കെ കിട്ടൽ കേട്ടോ. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് പഠിച്ച പാടാണ് കേട്ടോ. യൂട്യൂബും കൊണ്ട് അങ്ങനെ പോവുമായിരുന്നു അല്ലേ. അതിലാണ് നമുക്ക് നമ്മളെ സിലുവും കാര്യങ്ങളൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത്. അൽഹംദുലില്ലാ എനിക്ക് ഈ നേരത്താണ് റബ്ബ് ഹയറായ ഒരു ജോലി തന്നത്. അപ്പം നമ്മൾ കരുതും അന്ന് എന്ത് ചെയ്യുക റബ്ബിന് അത് തരാൻ കഴിഞ്ഞില്ലേന്ന്. അപ്പം നമ്മൾക്ക് ഒരുപാട് പോരായ്മകളും തെറ്റുകളും നമ്മൾ ചെയ്യും. ഒരുപാട് പലിശയും കാര്യങ്ങളൊക്കെ കൊണ്ട് മുട്ടി നിൽക്കുമായിരുന്നു അല്ലേ നമ്മളെ ജീവിതം. പലിശ എടുത്തോ അത് അനുഭവിച്ചിട്ടേ റബ്ബ് ഭൂമിയിൽ നിന്ന് തന്നെ കൊണ്ടുപോവുള്ളൂ. അപ്പം അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി പലിശയും കാര്യങ്ങളൊക്കെ തീർന്നു. നമുക്കൊരു വീടായി. ഇപ്പോൾ അൽഹംദുലില്ലാ റാത്താണ്. അപ്പം നല്ല ഹയറായൊരു ജോലി റബ്ബ് എനിക്ക് തന്നു. അതിലൊരു ബർക്കത്തും തന്നു. അപ്പം നമുക്ക് ബർക്കത്ത് ഏതൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ റബ്ബ് റഹ്മത്തും ബർക്കത്തൊക്കെ തരും. അങ്ങനെയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകണം കേട്ടോ. അടുത്ത ആപ്പിള നമുക്ക് നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് നമ്മളെ മക്കൾക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. നമ്മളെ ഉമ്മമാരുണ്ടാവുമ്പോഴാണ് നമ്മൾ എൻ്റെ കുട്ടിക്കൊന്നും കിട്ടിയില്ല എങ്ങനെയെങ്കിലും അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. നമുക്ക് നല്ലൊരു ജോലി വേണം. ഇപ്പം എത്ര വീഡിയോസ് എൻ്റെ കാണുന്ന ആളുകളുണ്ടാവും. എനിക്കൊരു നല്ലൊരു ജോലി അറിഞ്ഞെങ്കിൽ റബ്ബേ ഒരു അച്ചാർ വിറ്റ് കണ്ടെങ്കിലും നമ്മളെ മക്കൾക്ക് അല്ലേ നമുക്ക് കാപ്പിളോ മുന്തിരിയോ എന്താ വേണ്ടത് വെച്ചാൽ മാപ്പിളർക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളെ കയ്യിൽ ഒരു 5 റുപ്യ 10 റുപ്യ ഉണ്ടാവുമ്പോഴേ നമ്മളെ വീഡിയോസ് കാണുന്നൊക്കെ സ്ത്രീകളാട്ടോ അധികം. അതുകൊണ്ട് പറയാണ് നമ്മൾ അടിയിലിടണ ഒരു അടിവസ്ത്രം വാങ്ങണമെങ്കിൽ തന്നെ നമുക്ക് ഭർത്താക്കന്മാരെ ആശ്രയിക്കണ്ട. ഞാൻ അന്നും ഇന്നും ഞാൻ ഒറ്റക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിക്കാണ്ടാണ് ഈ ഒരു നില വരെ എത്തിയത്. ഭർത്താക്കന്മാരെ മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്നിട്ട് കാര്യമല്ല. നമുക്കൊക്കെ ഉണ്ടാവില്ലേ ആഗ്രഹം. അതുപോലെ എനിക്ക് ഹയറായ ഒരു ജോലി തന്നിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തി. ഇത്രയും ഞാൻ പറയാൻ കാരണം ഭയങ്കര സങ്കടം വന്നുകൊണ്ടാട്ടോ. പിന്നെ അവർക്ക് അവരെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സിലൂട്ടേക്കിന്. പിന്നെ ഞാൻ അവളെ വെച്ചിട്ട് നല്ല കോണ്ടാക്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് കഴിഞ്ഞു പോലെ. പിന്നെ നമ്മളെ വീഡിയോസിൽ ഒരാളെ പറ്റി അനാവശ്യമോ ഒരു കാര്യങ്ങളോ ഒന്നും വിളിച്ച് പറയലില്ല. നിങ്ങൾക്ക് അറിയില്ല എനിക്ക് അങ്ങനത്തെ സ്വഭാവമില്ല. പണ്ടേ ഫാമിലി വീഡിയോസും കാര്യമൊക്കെ ചെയ്യണതാണ്. ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എന്തിനാ അതിൻ്റെ പുറകെ പോണേ അല്ലേ. പിന്നെ ഓൾക്ക് ഒരുപാട് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആ ഒരു നേരമാകുമ്പോൾ ശരിയാവും. അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ ഓടി നടന്നിട്ട് എന്താ ഇവർക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ട് അവരിങ്ങനായി അതൊക്കെ ഒരു അന്ധവിശ്വാസം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ആണിൻ്റെ ഒരു ഇതിൽ നിന്ന് കമൻ്റിൽ നിന്ന് വന്നതാണെങ്കിലും ഒരു എന്താ പറയുക കമൻ്റ് ഇടണീന്ന് വന്നതാണെങ്കിലും ആരുടെ പേരൊന്നും ഞാൻ വിളിച്ച് പറയണില്ല. അധികം ആളുകൾക്കും അറിയാം അതൊരു സ്ത്രീയാണെന്ന് എനിക്കറിയാം. കാരണം ആണുങ്ങൾക്കൊന്നും അത്ര കുശുമ്പ് ഉണ്ടാവില്ല എൻ്റെ ഒരു അറിവിൽ കേട്ടോ. ആണുങ്ങൾക്ക് ഇനി എത്ര ആയാലും കുശുമ്പുകൾ ഉണ്ടാവില്ല. ഒരു പെണ്ണ് നന്നാവുക എന്നൊക്കെ പറയുമ്പോൾ അവർ അങ്ങനെയൊന്നും അതൊരു രക്ഷപ്പെടട്ടെ എത്താത്ത ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടല്ലേ. അപ്പോൾ രക്ഷപ്പെടട്ടെ എന്നേ കരുതുള്ളൂ. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുക അല്ലേ.
ആ ഓളങ്ങനെയല്ലേ ഇനല്ലോ എന്താ പോളെ ചീലും കോലൊക്കെ ആയിന് എപ്പോൾ ഓള് തടി നന്നായി ആപ്പിൾ തിന്നുന്നുണ്ട്. നിങ്ങൾ ചിരിക്കണുണ്ടാവൂലേ. എനിക്ക് അത്രയും വിഷമം ഉണ്ടായിട്ടാട്ടോ സീലു നമ്മളെ സഹായിച്ചിട്ടാണ് സീലു അങ്ങനെ ആയത് എന്ന് പറയുമ്പോഴേ അതൊക്കെ വളരെ മോശപ്പെട്ട് പറയണം. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ അവരൊരു മുസ്ലിം അല്ലേ, അങ്ങനെ ഒന്ന് അതമ്പതിച്ച് കാണ്ടൊന്നും പറയരുത് കേട്ടോ. അവർക്ക് അവരെ ഫാമിലി ഇഷ്യൂസും കാര്യം ഇന്നേ വരെ ഞാൻ അവരോട് അവരെ ഫാമിലി ഇഷ്യൂസ് ചോദിച്ചിട്ടില്ല കേട്ടോ. അതറിയാണിപ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കേണ്ട സിലുവിൻ്റെ നമ്പർ, എനിക്ക് അവരെ നമ്പറും കാര്യങ്ങളൊന്നും അറിയില്ല. അവർ ഞാനും ബന്ധപ്പെടുന്ന എങ്ങനെയാ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ആ ഒരു സൗഹൃദം എന്നും ഞാനും ഓളും നിലനിർത്തലുണ്ട് കേട്ടോ. എനിക്കുള്ളൊരു സഹോദരി എന്ന നിലയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിലവർ തോണ്ടി കമൻറ്റ് ഇട്ട് കൊണ്ടിരിക്കും. പിത്തനെ കമൻറ്റ് അറിഞ്ഞു നമ്മളിവിടെ എന്താ സിലുവിനെ പറയാത്ത, എന്തിനാ അവരെയൊക്കെ നമ്മളിങ്ങനെ വിളിച്ച് പറയണം. എത്ര പ്രാവശ്യം നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും പറയുമ്പോൾ എന്താണെന്നോ ബാക്കിയുള്ളവരൊക്കെ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും ഒരു തുമ്പും പാലും കിട്ടിയാൽ പിന്നെ അതിൻ്റെ പുറകടെ പോകും. അപ്പോൾ നമ്മൾ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അവർ നമ്മളെ ഹെൽപ്പും കാര്യമൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒരു വാക്കിലൂടെ നമ്മൾ വീഡിയോസിലൂടെ പറഞ്ഞിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്തുന്നത് വളരെ മോശമല്ല ഒരു കാര്യമാണ് എൻ്റെ ഒരു അറിവിൽ കേട്ടോ. ഓളും ഞാനൊക്കെ നല്ലൊരു സൗഹൃദത്തിൽ കഴിഞ്ഞു പോകണമാണ്. എപ്പോഴും ഞങ്ങൾ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നേ വരെ ഞാൻ ഓളെ ഫാമിലി ഇഷ്യൂസ് ചോദിച്ചിട്ടുമില്ല കേട്ടോ. അത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ അതൊക്കെ ചോദിക്കണം? എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഓരോ പ്രശ്നങ്ങൾ. നിൻ്റെ ജീവിതത്തിലുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ ചോദിക്കണ്ട. അതൊക്കെ ആ നേരമാകുമ്പോൾ നന്നായിക്കോളും. എത്ര ആയാലും മാപ്പിളയും പെണ്ണുങ്ങളും അല്ലേ. അത് ബാക്കിയുള്ളവർ എന്താ പറയുക, പണ്ടത്തെ കാലം പറയും അത് ബാക്കിയുള്ളവർ പുറത്താവും പറഞ്ഞ പോലെ അവർ ഒന്നാവും ചെയ്യും, ബാക്കിയുള്ളവർ പറഞ്ഞത് അവിടെ കിടക്കും പറഞ്ഞ മാതിരി. അലിഫും ബാവും താവൊക്കെ തോരയിടുന്നുണ്ട്. അതൊക്കെ സൈഡ് കൂടെയാണ് തോരയിടുന്നത്. ഇനി മുന്നിൽ കൂടെ അല്ല കേട്ടോ. ഇനി മുന്നിൽ കൂടെ ഇടല് താത്താ, അതൊന്നും മുന്നിൽ കൂടെ ഇടാൻ പാടില്ല അറിയും. മുന്നിൽ കൂടെ ഇപ്പം ഞാൻ ഇടലില്ല. അന്ന് നിങ്ങൾ കമൻറ്റ് നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞെന്നാലും ഞാനത് നല്ല രീതിയിൽ തന്നെ എടുക്കൽ കേട്ടോ. പാടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കിയ എണ്ണിയാളെ അതിൻ്റെ മാക്സി നിങ്ങൾ കണ്ടോ, പെരുന്നാളിന് ഉണ്ടാക്കി പുതിയ വാങ്ങിയ മാക്സിയാണ് കേട്ടോ. അപ്പോൾ കാക്കൂൻ്റെ തുണിയേ ചളിയും ഇതൊക്കെ വരുമ്പോൾ എന്താ പറയുക, എന്തോ ഒരു ലോഷൻ ഇട്ട് കാണ്ട് കഴുകലുണ്ട്. അപ്പോൾ അത് കഴുകിയേക്കാണ്ട് കാക്കു വെള്ളം കളയാൻ മറന്നതാണ് കേട്ടോ മെഷീനത്തെ. ഞാൻ അതിൽ ഇത് കൊണ്ടുപോയിട്ടു, എന്താ ക്ലോറോഫോമോ എന്തോ ഇട്ട് കാണ്ട് കഴുകുമല്ലോ, എന്താപ്പോൾ അതിന് പറയച്ച് പൊടിയാടില്ല കറ പോകാൻ. അപ്പോൾ അതിൽ അറിയാതെ കൊണ്ടുപോയിട്ടാ മാക്സിൻ്റെ പണി തീർന്നു. പിന്നെന്താ, അപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിൽ റാത്താണ്. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന. റിഷ നല്ല ഭക്ഷണം കഴിക്ക്, കുട്ടികൾക്ക് കൊടുക്ക്, നല്ല വസ്ത്രം ധരിക്ക്. ഒരുപാട് ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്താണ് അല്ലേ, വസ്ത്രം തന്നിട്ടും ഒക്കെ. അപ്പോൾ എന്നും ഇപ്പം നമ്മൾ അങ്ങനെ ആവരുത്. നമ്മളെ കാറ്റഗറി മാറി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്. അപ്പോൾ അതിൽ റഹ്മത്ത് തരുന്നുണ്ട്. പിന്നെ വേഡ്ഗാമെൻ്റ് ഇട്ടോലോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല കേട്ടോ. അസ്സലാമു അലൈക്കും.